ഈ ബോഡി ഷേമിംഗ് ഉണ്ടല്ലോ, അതിലും വൃത്തികെട്ട പരിപാടി ഇന്നത്തെ കാലത്ത് വേറെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാ. ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു കമന്റെങ്കിലും പറയുക. ഇപ്പൊ അയാൾക്ക് കുറച്ച് വണ്ണം ഉണ്ടെങ്കിൽ പറയും, "ഓ എന്ത് ഇത്ര വണ്ണം?" ഇപ്പൊ അയാൾ കുറച്ച് മെലിഞ്ഞിട്ടാണെങ്കിൽ പറയും, "ഒരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞോല്ലോ, നീ എന്ത് ഇത്ര മെലിഞ്ഞിരിക്കണേ? നിനക്ക് വീട്ടിലൊന്നും കഴിക്കാൻ തരണില്ലേ?" അങ്ങനെയൊക്കെ. ഈ അളവെടുപ്പ് പരിപാടിയൊക്കെ നിർത്തേണ്ട സമയമായി. കാര്യം ഇപ്പൊ ഒരാൾക്ക് വണ്ണം കൂടിയാലോ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞാലോ ആർക്കും പ്രത്യേകിച്ച് ഒരു നഷ്ടവും സംഭവിക്കാൻ പോണില്ല. പിന്നെ കൂടുതൽ ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരിക ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഒപ്പം, അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം ഒക്കെ നമ്മൾ അത്രയും സന്തോഷിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഇവര് വന്നിട്ട് ഈ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. നമ്മുടെ ആ ഒരു എന്താ പറയാ ഒരു മൊമെന്റ് തന്നെ അങ്ങോട്ട് സ്പോയിലാക്കി കളയുന്ന രീതിയിലായിരിക്കും ഇവരുടെ ചോദ്യം. പിന്നെ ഇതില് വേറെ ഒരു ഫാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കത്തില്ല ചിലപ്പോ നമ്മളോട് ഈ ചോദ്യം വന്നിട്ട് ചോദിക്കുക. ചിലപ്പോ എപ്പോഴും കാണുന്നത് നമ്മളുടെ റിലേറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം. എപ്പോഴും എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടണതെന്ന് അറിയത്തില്ല. ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് ഒരു അസുഖവും ഇല്ലാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അതിലാണ് ശരിക്കും അയാളുടെ ആരോഗ്യം ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, വീട്ടിലൊന്നും കഴിക്കാൻ തരാറില്ലേ? നമ്മളൊക്കെ ഫുഡ് തന്നെയല്ലേ കഴിക്കണേ, അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇനി അങ്ങനെ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ പറയാൻ പറ്റിയ ഒരു മറുപടി, നിങ്ങളുടെ ഗൂഗിൾ പേയുടെ QR അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക. ഓരോ മാസം ഒരു ഇത്ര ഫണ്ട് വീതം നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് തരാൻ പറയും. അപ്പൊ പിന്നെ ആ ചോദ്യം അങ്ങോട്ട് നിന്നോളും.